സ്പേസ് ചാനലിൻ്റെ ചലോ ബെത്ലഹേം പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ചലോ ബെത്ലഹേം വിശുദ്ധ കുര്യാക്കോസ് എലിയാസ് ചാവറയ്ക്കൊപ്പമാണ്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ കണ്ടതുപോലെ ഫ്രാൻസിസ് അസിസി, ഫ്രാൻസിസ് മാർപ്പാപ്പ, ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ, ഇവർക്കെല്ലാം പുൽക്കൂടിൻ്റെ ചിന്തയെന്ന് പറയുന്നത് ഒരു എമോഷണൽ മെമ്മറിയായി. ചാവറയച്ചനെയും വിശുദ്ധ കുര്യാക്കോസ് എലിയാസ് ചാവറയെയും ആ രീതിയിൽ നാം കാണുകയും മനസ്സിലാക്കുകയും ചെയ്യണം. വിശുദ്ധ കുര്യാക്കോസ് എലിയാസ് ചാവറ എക്കലോഗ് എന്ന പേരിൽ 10 നാടകങ്ങൾ, നമ്മളിതിനെ മലയാളത്തിൽ, കേരളത്തിൽ മലയാള ഭാഷയിൽ നമ്മൾ പറയും ഇടയ നാടകങ്ങൾ. എക്കലോഗ് എന്ന വാക്കിൻ്റെ അർത്ഥം കവിതാ ശകലങ്ങൾ എന്നതാണ്. ചാവറയച്ചൻ 1855-56 കാലഘട്ടത്തിൽ എഴുതിയ നാടകങ്ങളാണ്. ചാവറ പിതാവിന് പ്രത്യേകമായിട്ടുള്ള ഒരു ഉദ്ദേശവും ഉണ്ടായിരുന്നു. ചാവറ പിതാവ് സെമിനാരി സ്റ്റുഡൻസിന് വേണ്ടിയാണ് ഈ എക്ലോഗുകൾ, 10 എക്ലോഗുകൾ ചെയ്തത്. ക്രിസ്മസിന് ശേഷം വരുന്ന ധനഹ കാലത്തെ ആധ്യാത്മികയും പുൽക്കൂടിൻ്റെ ചിന്തകളും പുൽക്കൂടിൻ്റെ അകം ചിന്തകളും ഒക്കെ കൂടി സമാഹരിച്ചാണ് ചാവറയച്ചൻ ഈ എക്ലോഗ് എന്ന കലാരൂപം നിർമ്മിച്ചത്. ചാവറയച്ചന് ഇതിന് സഹായകമായി തീർന്നത് ചാവറയച്ചൻ്റെ കൂടെ ഉണ്ടായിരുന്ന ലെയോപോൾഡ് മിഷണറി ആണ്. ലെയോപോൾഡ് മിഷണറി ഇറ്റലിയിൽ പഠിക്കുകയും ഇറ്റാലിയൻ ഭാഷ വളരെയധികം ആർജവത്തോടുകൂടി കൈകാര്യം ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. ലെയോപോൾഡ് മിഷണറിയിൽ നിന്നും അദ്ദേഹം പഠിച്ച എക്ലോഗിൻ്റെ ചരിത്രം ഇപ്പോഴും ഇറ്റലിയിൽ കുട്ടികൾ പഠിക്കുന്നുണ്ട്. എക്ലോഗിൻ്റെ ചരിത്രം അദ്ദേഹത്തിൽ നിന്ന് കിട്ടിയ ആശയങ്ങൾ സ്വരുക്കൂട്ടിയാണ് ചാവറയച്ചൻ എക്ലോഗ് കലാരൂപം ചെയ്തത്. ചാവറയച്ചൻ ഒരു ഒറ്റപ്പെട്ട എക്ലോഗ് യാത്രികനല്ല. BC തെയോക്രിറ്റസിൻ്റെ കാലത്ത് തെയോക്രിറ്റസ് തുടങ്ങിവെച്ച പാസ്റ്ററൽ സോങ്സ്, ഇടയ ഗാനങ്ങൾ, അത് വളരെയധികം ഇമാജിനേറ്റീവാണ്. ഇടയന്മാരുടെ സങ്കേതങ്ങളിൽ, അവരുടെ ഇമാജിനേഷനിൽ അവർ ചെയ്യുന്ന പ്രേമകാവ്യങ്ങളായിരുന്നു ആദ്യകാലത്ത് ഈ എക്ലോഗ് എന്ന് പറയുന്നത്. പിന്നീട് റോമിൻ്റെ കവിയായിരുന്ന വീർജിലിലേക്കും, വീർജിൽ നിന്ന് ഡാൻ്റയിലേക്കും, അങ്ങനെ യൂറോപ്പ് മുഴുവൻ പ്രസിദ്ധീകൃതമായിട്ടുള്ള ഒരു കലാരൂപമാണ്. നമുക്കങ്ങനെ അതിനെ പറയാൻ സാധിക്കും. ചാവറയച്ചൻ ഈ എക്ലോഗിൻ്റെ ഒരു കണ്ണി മാത്രമാണ്.
1855-56 കാലഘട്ടത്തിലെ ചാവറയച്ചൻ എക്ലോഗിൻ്റെ കണ്ണിയായി തീരുകയാണ്. പാശ്ചാത്യ കലാരൂപമാണ് എക്കളോഗ്. വീർജിലിൻ്റെ 4th എക്കളോഗ്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട എക്കളോഗ്. ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയുമ്പോൾ മറ്റൊന്നും കൊണ്ടല്ല, ഇതിലാണ് യേശുമിശിഹായെക്കുറിച്ചുള്ള സാന്നിധ്യം വേർജിൽ അവതരിപ്പിക്കുന്നത്. യേശുമിശിഹായെ തനതായിട്ടല്ല, ഒരു പ്രൊഫറ്റിക് എക്ലോഗ് എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാൻ സാധിക്കും. ഇവിടെയാണ് യേശുവിനെ കുറിച്ചുള്ള ചിന്ത വീർജിൽ നൽകുന്നത്. അത് പിന്നീട് കോൺസ്റ്റന്റൈൻ ചക്രവർത്തി അദ്ദേഹം രാജ്യഭരണത്തിലേക്ക് വരികയും വിശ്വാസം ഉൾക്കൊള്ളുകയും ഒക്കെ ചെയ്ത ആ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ യൂറോപ്പ് മുഴുവൻ തൻ്റെ ഭരണാധികാരത്തിലുള്ള പ്രദേശങ്ങൾ മുഴുവൻ വീർജിലിൻ്റെ 4ാമത്തെ എക്ലോഗ് അത് ഉണ്ണിമിശിഹായെ പ്രതിനിധാനം ചെയ്യുന്നു എന്ന് രാജാവ് പ്രഖ്യാപിക്കുകയാണ്. അതിനുശേഷം ഇറ്റലിയിലെയും യൂറോപ്പിൻ്റെ അനുബന്ധ രാജ്യങ്ങളിലെയും എല്ലാം കലാകാരന്മാർ, എഴുത്തുകാർ കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ ഈ പ്രഖ്യാപനത്തെ പിന്തുടർന്ന് അവരെല്ലാം അവരുടെ എഴുത്തിൻ്റെ ശൈലിയും മറ്റും ഒക്കെ മാറ്റി യേശുവിനെക്കുറിച്ചും പുൽക്കൂടിനെക്കുറിച്ചുമൊക്കെ പിന്നീട് എക്ലോഗുകൾ ആകുവാൻ തുടങ്ങി. അതാണ് ചരിത്രം. അതാണ് എക്ലോഗും ചാവറയച്ചനും തമ്മിലുള്ള ബന്ധം. ചാവറയച്ചൻ 10 എക്ലോഗുകൾ എഴുതിയത് ക്രിസ്മസിന് ശേഷം വരുന്ന ദനഹ തിരുനാൾ വരെ കുട്ടികൾക്ക് അവതരിപ്പിക്കാൻ വേണ്ടിയാണ് ഈ നാടകം എഴുതിയത്. ഇടയന്മാരായിട്ട് ഭാവിയിൽ ആയിത്തീരേണ്ട, പുരോഹിതന്മാർ ആയിത്തീരേണ്ട സെമിനാരിയിലെ ചാവറയച്ചൻ ഈ എക്ലോഗുകൾക്ക് സംവിധാനം ഒരുക്കുകയാണ്. അതിൻ്റെ കഥ നമുക്ക് കേൾക്കാം.